നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് രണ്ടാം ദിവസവും പ്രതികരിക്കാൻ തയ്യാറാകാത്ത നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. വോട്ടെണ്ണൽ ദിവസം കണ്ണൂരിലെ വീട്ടിലായിരുന്നു അദ്ദേഹം. LDFന്റെ കടുത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പിണറായി കൺവെൻഷൻ സെന്ററിലെ MLA ഓഫീസിലും മാധ്യമങ്ങളെ കാണാനുള്ള നീക്കം അങ്ങ് അപ്പാടെ ഉപേക്ഷിച്ചു. പിന്നീട് തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് യാതൊന്നും മിണ്ടിയില്ല. ചൊവ്വാഴ്ച കണ്ണൂരിൽ നിന്നും വിമാനത്തിൽ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയപ്പോഴും രണ്ടിടത്തും മാധ്യമപ്രവർത്തകർ കാത്തുനിന്നുവെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് തൃക്കാക്കരയിലായിരുന്നു. 99 സീറ്റുള്ള LDF സെഞ്ചുറി അടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രചാരണം. എന്തായാലും ക്യാപ്റ്റൻ ഇറങ്ങുന്നെന്ന പ്രചാരണ വാക്യവുമായി പ്രത്യേകം റീലുകളും ഇറങ്ങി. എന്നാൽ UDF ജയിച്ചപ്പോൾ അതേക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാൻ പിണറായി തയ്യാറായില്ല. പിന്നീട് നടന്ന ഉപതിരഞ്ഞെടുപ്പുകൾ പരാജയമുണ്ടായപ്പോഴും പിണറായി പ്രതികരിച്ചില്ല. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ തിരിച്ചടിയുണ്ടായപ്പോഴും അദ്ദേഹം പരാജയം പരിശോധിക്കുമെന്നും തിരുത്തുമെന്നും പ്രസ്താവന ഇറക്കി. എന്തായാലും തെരഞ്ഞെടുപ്പിൽ പിണറായിയാണ് മുന്നിൽ നിന്ന് നയിച്ചത്. അദ്ദേഹത്തിന്റെ മുഖം മാത്രം ഉയർത്തിയാണ് ഈ പ്രചരണം നടന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നും അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം അടുത്തു നിൽക്കുന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ ബുധനാഴ്ച അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെയാണ് വോട്ടർമാരെയും UDFനെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ മന്ത്രിയും CPM നേതാവുമായ M. M. മണി. ഒരു വശത്ത് പിണറായി സൈലന്റ് ആയിരിക്കുമ്പോൾ മറുവശത്ത് M. M. മണി കശറുകയാണ്. UDFന് വോട്ട് ചെയ്ത ജനങ്ങൾ വിഡ്ഢികളാണെന്നും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും പരാജയത്തിനുള്ള പ്രധാന കാരണമെന്നാണ് മണി പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം. സംസ്ഥാനത്ത് ഒട്ടാകെ ഇടതുപക്ഷത്തിന് നേരിട്ട കനത്ത തിരിച്ചടി ഇടുക്കി ജില്ലയിലും പ്രതിഫലിച്ചു എന്നും വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടായി എന്നും മണി തുറന്നു സമ്മതിക്കുന്നുണ്ട്. അതായത് ഉടുമ്പൻചോലയിൽ മാത്രമുണ്ടായ ഈ ഒരു മാറ്റമല്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഫലം അപ്രതീക്ഷിതമാണ് എങ്കിലും ഇതിലൊന്നും തളരുന്ന പ്രസ്ഥാനമേ അല്ല CPM എന്ന കാര്യം കൂടി ഓർപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയത്തെ മാത്രം മുൻനിർത്തി പാർട്ടിയെ വിലയിരുത്തേണ്ടതില്ല എന്നും നിരവധി പാർട്ടി പ്രവർത്തനങ്ങളിൽ ഒന്നും മാത്രം തിരഞ്ഞെടുപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തങ്ങൾ തോറ്റു എന്നുള്ള കാര്യം വാസ്തവമാണ്, അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും മുണ്ടും മടക്കി കുത്തി വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും. വരാനിരിക്കുന്ന വെല്ലുവിളികളെ കരുത്തോടെ നേരിടുമെന്നും മണി പറയുന്നു. UDFനെതിരെ കടുത്ത പരിഹാസമാണ് തൊടുത്തുവിടുന്നത്. അതായത് ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ, അതിപ്പോ ഇല്ലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് വന്നതെന്നും ഞാൻ കാണുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങൾ ഒരെണ്ണം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന തലത്തിൽ വന്ന തിരിച്ചടിയാണ് ഇടുക്കി ജില്ലയ്ക്കുണ്ടായതെന്ന്, അല്ലാതെ ഉടുമ്പൻചോലയിൽ പ്രത്യേകം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്, അതായത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളെ വിലയിരുത്തേണ്ട. ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാണ്. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താവുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെ പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാര് ഉണ്ടാക്കാൻ പോകുന്നു എന്നോ അറിയില്ല. നാറാൻ പോവുക എന്നല്ല, നാറാൻ പോവുക നാട് മുഴുവൻ എന്നാണ് മണി പറഞ്ഞു വെക്കുന്നത്. തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ നയങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കുമെന്നും ജനങ്ങൾ ഇത്തരത്തിൽ ചിന്തിക്കാൻ വോട്ട് രേഖപ്പെടുത്തുവാനും ഉണ്ടായ സാഹചര്യം പാർട്ടി വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. പരാജയത്തിന് പിന്നാലെ പാർട്ടിയിലെ മുതിർന്ന നേതാവായ G. സുധാകരൻ സ്വീകരിച്ച നിലപാടുകളോട് തനിക്ക് അറപ്പാണ് എന്നാണ് മണി പറഞ്ഞു നിർത്തുന്നത്.